ഹായ് ഹലോ ദിസ് ഇസ് സൂരജ് ഹിയർ വെൽക്കം ടു കാർണിവൽ ടോക്സ്. ഇന്ന് കാർണിവൽ ടോക്സിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പ്ലേബാക്ക് സിംഗറാണ്. ഒരൊറ്റ സിനിമയിലൂടെ ഒരൊറ്റ പാട്ടുകൊണ്ട് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ വലിയൊരു ഇടം നേടിയൊരു പ്ലേബാക്ക് സിംഗറാണ്. സൂപ്പർ ശരൺ എന്ന പടത്തിൽ നല്ല അടിപൊളി ഹിറ്റ് ഗാനത്തിൻ്റെ ഒരു ഭാഗമായ ഒരു സിംഗറാണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഹിയർ വി ജോയിനിങ് വിത്ത് ശരത്തെ. ഹലോ. ഹലോ. സുഖമായിട്ടിരിക്കുന്നു? സുഖം. എങ്ങനെ പോകുന്നു പ്രോഗ്രാംസ് ഒക്കെ? പ്രോഗ്രാംസ് ഇപ്പൊ ഉണ്ട്, കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 1 year ബാക്ക് ആണ് ജാങ്കോ സ്പേസിൽ ഇന്റർവ്യൂ കൊടുത്തത്. അതിനുശേഷം എന്തുകൊണ്ടാണ് ഇന്റർവ്യൂ കൊടുക്കാൻ താല്പര്യം? ഇല്ല, അങ്ങനെയല്ല, ഞാൻ കുറച്ച് ലാഗായി പോയി. ഹോസ്പിറ്റൽ കേസ് ഇങ്ങനെ ആയിട്ട് കുറച്ച് ലാഗായി പോയി. അപ്പൊ ഈ ഹെൽത്ത് ഇഷ്യൂസ് വന്നു പറഞ്ഞു, വോയിസിനൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ വന്നു പറഞ്ഞു. അപ്പോൾ അതിനുശേഷം വോയിസിന് ഈ പ്ലേ ബാക്ക് സിംഗർ ആയതിനു ശേഷം വോയിസിന് എത്രത്തോളം ഇങ്ങനെ കെയറിങ് കൊടുക്കുന്ന ഒരാളാണ്? ഞാൻ കൂടുതൽ എന്താ വെച്ചാല് ഇപ്പൊ ഐസ്ക്രീം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ കഴിക്കാറില്ല. ശരിക്കും അത് കൂടുതൽ കട്ടൻ ചായ. അതാണ് ഇഷ്ടം. ഓക്കെ. അപ്പൊ സത്യം പ്ലേ ബാക്ക് സിംഗർ ആവുന്നതിന് മുന്നേ ഉള്ളൊരു ലൈഫും അത് ശേഷമായിട്ടുള്ള ലൈഫും എത്രത്തോളം വ്യത്യാസമാണ് കാണാൻ പറ്റുന്നത്? ഞാൻ അതിനു മുമ്പ് കോമഡി ലിസ്റ്റ് എന്നുള്ള രീതി വന്നിരുന്നു. അപ്പോ ആ ടൈമിൽ കുറച്ച് ആൾക്കാരൊക്കെ അത്യാവശ്യം പുറത്തിറങ്ങുമ്പോഴും ഇങ്ങനെയൊക്കെ അറിയായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഇതിലിങ്ങനെ നടക്കും. പിന്നെ അതിന് ശേഷം കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ചോദിക്കാനും അറിയാനൊക്കെ തുടങ്ങി. അപ്പൊ അതിന് സന്തോഷമായി. എനിക്ക് തോന്നുന്നു മഞ്ഞ ഷർട്ട് ഇട്ടിട്ട് ചെറിയൊരു പയ്യൻ. ഏട്ടാ, എനിക്ക് തോന്നുന്നു അവിടെ ജഡ്ജസിന്റെ കയ്യിൽ ജൂനിയർ കലാഭവൻ എന്നൊരു ടാഗ് കിട്ടി. അത് എത്രത്തോളം സന്തോഷമാണ് കേട്ട സമയത്ത്? അതെന്താന്ന് വെച്ചാൽ ഈ നാടൻ പാട്ട് മേഖലയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും മനുഷ്യന്റെ പാട്ടുകളാണ്. അതെ. അപ്പോ ആ ഒരു ലെവലിൽ നമ്മള് അദ്ദേഹത്തിന്റെ ജൂനിയർ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം, ഒരുപാട്. അത് സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി കൂടിയാണല്ലേ? അതെങ്ങനെ ഷോസിനൊക്കെ പോകുന്ന സമയത്ത് ആൾക്കാർ നേരിട്ട് വന്ന് പറയാറുണ്ടോ? 1-2 പേര് പറഞ്ഞിട്ടുണ്ട് ജൂനിയർ കലാഭവണി അല്ലേ എന്നൊക്കെ പറയില്ല. അപ്പൊ ഞാൻ അങ്ങനെയൊന്നല്ല. അതൊക്കെ സന്തോഷം. ഓക്കെ. ആക്ച്വലി അന്ന് ഈ സ്റ്റേജിൽ പോകുന്ന ചെറിയ പ്രായത്തില് എനിക്ക് തോന്നുന്നു 2 വയസ്സ് മുതലേ സ്റ്റേജ് ഷോസിലൊക്കെ പോയി അങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പൊ ഒരു പേടി ടെൻഷൻ ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷെ ക്യാമറ ഒക്കെ കാണുന്ന സമയത്ത് ഒരു പേടി ഉണ്ടായിരുന്നു അന്ന് കോമഡി ഉത്സവത്തിൽ പോകുന്ന സമയത്ത്? അവന്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു. നല്ല വർക്കിലൊക്കെ ഉണ്ടായിരുന്നു. 3-4 വട്ടം ടേക്ക് ഒക്കെ എടുത്തിട്ടാണ് ഞാൻ ചെയ്തത് പ്രോഗ്രാം. 3-4 വട്ടം ടേക്ക് ഒക്കെ പോയി. ഓക്കെ. അപ്പൊ കുറെ ടെൻഷനായിട്ട് അവസാനം റെഡിയായി. അന്നത്തെ ഒരു എക്സ്പീരിയൻസ്, കാരണം മിഥുൻ ചേട്ടനായിരുന്നല്ലോ അന്നത്തെ ആങ്കർ. അപ്പൊ മിഥുൻ ചേട്ടനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഓർമ്മയുണ്ടോ? മിഥുൻ ചേട്ടൻ എന്ന് വെച്ചാല് ഫുള്ള് ഫ്രണ്ട്ലി ആയിട്ടാണ് ആള് ഡീൽ ചെയ്തത്. ഒക്കെ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആള് റെഡി ആക്കി തരും. മെല്ലെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ ആള് സപ്പോർട്ട് ചെയ്തോടും. ഇപ്പൊ പിന്നെ ഞാൻ ഇന്റർവ്യൂല് പറഞ്ഞ പോലെ തന്നെ ഒരൊറ്റ പാട്ടുകൊണ്ട് ഭയങ്കര പോപ്പുലർ ആയ ഒരു പ്ലേ ബാക്ക് സിംഗറാണ്. 16ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ പ്ലേ ബാക്ക് സിംഗറായി പാട്ട് പാടുന്നത്. അപ്പൊ പേടി ഉണ്ടായിരുന്നോ ഈ പാട്ട് പാടാൻ പോകുന്ന സമയത്ത്? ഒരു ടെൻഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാല് ഞാൻ ഫസ്റ്റ് ടൈം അല്ല സ്റ്റുഡിയോയില് ആൽബം സോങ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സിനിമ ഫീൽഡിലേക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റെതായ പേടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ എത്ര ടേക്ക് വരെ പാട്ട് പോയി പാടാനായിട്ട്? ഞാന് ഫസ്റ്റ് ദിവസം പോയപ്പോ അന്ന് ഒരുപാട് പാടി. ഉച്ചയ്ക്ക് തുടങ്ങിയിട്ട് ഞാൻ വൈകുന്നേരമൊക്കെ നിർത്തിയപ്പോ പിന്നെ ജസ്റ്റിൻ ചേട്ടൻ പറഞ്ഞു മെല്ലെ എടുത്താൽ മതി, മെല്ലെ പാടിയിട്ട് മെല്ലെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെയും ടെൻഷൻ കയറി ലാസ്റ്റ് ആ ദിവസം നിർത്തി വെച്ചിട്ട് വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചു. രണ്ടാമത്തെ ദിവസം മാറ്റി വെച്ചു. എന്തുകൊണ്ടാണ്? കാരണം ഓവർ പേടിയായിട്ട്. പാട്ട് പാടാനുള്ള ടെൻഷനൊന്നുമില്ല, പേടിയായിട്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഭയം കാര്യങ്ങളൊക്കെ അല്ലേ? ഇത് എങ്ങനെയാണ് ഓൺ ബോർഡ് ഇങ്ങനെ വരുന്നത്? ജസ്റ്റിൻ ചേട്ടനായിട്ട് കണക്ഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? ഞാൻ എന്താ വെച്ചാല് ഫ്ലവേഴ്സ് പോയി എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതില് ആദർശ് ചേട്ടൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. മുപ്പരാളെ അങ്ങനെ നമ്പർ കൊടുത്തിട്ട് ജസ്റ്റിൻ ചേട്ടനായിട്ട് കമ്പനി ആവുക ചെയ്ത്. പിന്നെ ജസ്റ്റ് ചേട്ടൻ വിളിച്ചിട്ട് 3-4 ദിവസം മുമ്പ് ഫുള്ള് കമ്പനി റെക്കോർഡിങ്ങിന്റെ ഒരു മാസം മുമ്പ് ഞാനും നല്ല ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു ഞാനും ആളും. അപ്പൊ അങ്ങനെ ആയപ്പോ ഒന്നും കൂടി റെക്കോർഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് കൂടി. അങ്ങനെയാണ് ആദ്യത്തെ അവസരം കിട്ടുന്നത്. എനിക്ക് ഇൻസ്റ്റയിലേക്ക് ഇപ്പോഴും പിൻ ചെയ്ത പോലെ ഫോട്ടോസ് ജസ്റ്റിൻ ചേട്ടന്റെ കൂടെ. ഭയങ്കര ചെറുപ്പമാണ് ആ സമയത്ത് അല്ലേ? അപ്പൊ ഈ 16 വയസ്സിൽ പാടുന്ന സമയത്ത് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ അറിയായിരുന്നു പാടാൻ പോകുന്ന സമയത്ത്? ഇത് ഞാനൊരു സിനിമയിലാണ് പാടാൻ പോകുന്നത്, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു? അതോ അങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഇല്ല. കാരണം എന്താ വെച്ചാല് ഞാനിപ്പോ സ്വാഭാവികം ആ ലെവലിൽ ഞാൻ ചിന്തിച്ചു. പിന്നെ പാട്ട് കയറി ഹിറ്റാവുകയും ചെയ്തു. ഫുള്ള് സപ്പോർട്ട് ആൾക്കാരാണല്ലോ ചോദിക്കാനും തുടങ്ങി. പിന്നെ വൈക്കം വിജയലക്ഷ്മി ടീച്ചറുടെ പേര് വന്നു. അതാകെ ക്ഷീണായി. ഞാനത് ചോദിക്കായിരുന്നു ചോദ്യം. കാരണം എനിക്ക് തോന്നുന്നു ആ പാട്ടിന് താഴെ ഏറ്റവും കൊള്ളുന്ന കമന്റ് എന്ന് പറയുന്നത് ഇത് വൈക്കം വിജയലക്ഷ്മി നല്ല പോലെ പാടി വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോ ആ പ്രായത്തിൽ എന്താ തോന്നിയിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ? എനിക്കെന്താ വെച്ചാല് ഒരുപാട് സങ്കടമായിട്ടോ. ശരിക്കും അല്ലേ? പിന്നെ ഹാപ്പി ആയി. കാരണം എന്താ വെച്ചാല് നമ്മുടെ പാട്ട് വേറെ സിംഗറുടെ പേരിൽ അറിയപ്പെടുമ്പോ നമുക്ക് ചെറുതായിട്ടൊരു സൈഡ് എന്നാലും സന്തോഷമുണ്ട്. അത്രയും വലിയൊരു ഗായിക ചേച്ചിയല്ലേ. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്, ചെറുതായിട്ടൊരു സങ്കടമുണ്ട്. ചേച്ചിനെ കാണാൻ കിട്ടിയാൽ എന്തായിരിക്കും ആദ്യം പറയുന്ന ഒരു കാര്യം? അങ്ങനെ പറഞ്ഞ ഇഷ്ടമാണോ ചേച്ചിയുടെ പാട്ടുകൾ? എല്ലാ പാട്ടും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളാണ്. കാണാൻ ഇഷ്ടമാണോ? കാണാൻ ഇഷ്ടമാണ് ചേച്ചിനെ.
കണ്ടാ കൊള്ളാന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഇതായിരിക്കും ആദ്യം പറയുന്നത്, എന്റെ പാട്ട് ചേച്ചിയുടെ പേരിലാണ് ആദ്യം ഔട്ടായി പറയും അല്ലേ. അപ്പൊ ഈ പാട്ട് ഇങ്ങനെ ഇത് അശുഭമംഗല അങ്ങനത്തെ ആ പാട്ട് നമ്മൾ കേൾക്കാത്ത രീതിക്കുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഇത് ഫസ്റ്റ് ഇതിന്റെ ലിറിക്സ് ശരത്തിന്റെ കയ്യിൽ ഇട്ടിപ്പോ ശരത്തിന് തുടക്കം തന്നെ തോന്നി ഇത് ക്ലിക്ക് ആവും, അല്ലെങ്കിൽ ശരത്തിന് തോന്നി ഇത് ക്ലിക്ക് ആവും, ഇത് വർക്ക് ആവും, അങ്ങനെ എപ്പോഴെങ്കിലും ഒരു കൺഫ്യൂഷൻ തോന്നിയോ? എനിക്ക് എന്താന്ന് വെച്ചാല്, കാരണം ഇതിന്റെ ലിറിക്സ് അങ്ങനെയാണ്, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അശുഭമംഗളകാരി പറയുമ്പോ അശുഭാണ്, മംഗളമാണ്, അങ്ങനെ ആയപ്പോ ഫുള്ള് കൺഫ്യൂഷനായി. എന്താവുന്ന ഒരു പിടി ഉണ്ടായിരുന്നില്ല. പാടിയ കിട്ടുമോ നടക്കാൻ കിട്ടിക്കരുതില്ല. ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അങ്ങനെ അതിനെ കുറിച്ചൊന്നും അറിയായിരുന്നില്ല ആദ്യം. എനിക്ക് എങ്ങനെയും എനിക്കൊരു അവസരം കിട്ടിയത് എനിക്ക് പാടണം, അങ്ങനെ പാടി അങ്ങനെ വന്നു. എനിക്ക് തോന്നി ഇപ്പൊ ജസ്റ്റിൻ അവാർഡൊക്കെ കിട്ടി, സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി കഴിഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ കാണുമ്പോ എങ്ങനെ, കാരണം നമ്മളെ കൂടെ ഇത്രയും വലിയൊരു പ്രസ്റ്റീജിയസ് അവാർഡ് കിട്ടി. അതെന്താ വെച്ചാൽ നല്ല ഹാപ്പി. ഞാന് ആളെ വിളിക്കുകയൊക്കെ ചെയ്തു, ആള് സപ്പോർട്ട് ചെയ്തു, ചെലവൊക്കെ തരണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ റെഡിയായി. ഓക്കെ. എനിക്ക് തോന്നിപ്പോ ഒരു 5 സിനിമകൾക്ക് മേലെ പാട്ടുകൾ പാടി, ബ്രോമാൻസിലാവട്ടെ, ഒരു ജാതി ജാതകമാവട്ടെ, ഗുരുവായൂരമ്പലനടയിലാവട്ടെ, ഇതിലൊക്കെ പാടുമ്പോ ഈ പാടിയിരിക്കുന്ന പാട്ടുകളില് ശരത്തിനെ നമുക്ക് സൂപ്പർ ശരത്തിനെ മാറ്റി വെക്കാം, അത് എപ്പോഴും നമുക്ക് ഫേവറേറ്റ് ആണ്. അത് കഴിഞ്ഞ് പാടിയിട്ടുള്ള ഈ പാട്ടുകൾ നോക്കുമ്പോ ഈ പാട്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണെന്ന് തോന്നുന്ന ഒരു പാട്ട് ഏതായിരിക്കും? അത് ഒരു ജാതി ജാതകം. ഓക്കെ, അത് ജസ്റ്റ് നമുക്കൊന്ന് പാടിത്തരോ? കല്യാണമായി കല്യാണോ ജയേഷിനും കല്യാണം, കല്യാണമായി കല്യാണോ ജയേഷിനും കല്യാണം, ആറ്റുനോറ്റ് 8.5 കൊല്ലം കാത്തു നിന്ന കല്യാണം, ആറ്റുനോറ്റ് 8.5 കൊല്ലം കാത്തു നിന്ന കല്യാണം, കല്യാണമ്മ കല്യാണോ ജയേഷിനും കല്യാണോ. ഓക്കെ, ഇത് എത്ര ദിവസം കൊണ്ട് പാടി? ഒരു ദിവസം കൊണ്ട്? ഇതൊരു ദിവസം കൊണ്ട് പാടി, ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് പാടി. സൂപ്പർ ഷെറിനെ കഴിഞ്ഞിട്ട് ആദ്യം കിട്ടിയ ചാൻസ് ഏതാണ് പാടാൻ? കുണ്ടലപുരാണം എന്നുള്ളൊരു മൂവി, ഇന്ദ്രൻ ചേട്ടന്റെ. അതെ. അപ്പൊ അത് തുടക്കത്തിൽ പോലെ അങ്ങനെ ടെൻഷനോ 2 ദിവസം ഒന്നും എടുത്തില്ല? ഇല്ല, അതൊക്കെ വേഗം തീർന്നു. അതെങ്ങനെ ധൈര്യം കിട്ടി? മുന്നത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എപ്പോഴും റെക്കോർഡിങ്ങിന് പോകുമ്പോൾ ജസ്റ്റിൻ ചേട്ടനെ വിളിക്കും എപ്പോഴും. അപ്പൊ ആള് പറയും ടെൻഷൻ ആവണ്ട കേട്ടോ, ഇവിടുത്തെ പോലെ അല്ല, ടെൻഷൻ ആവണ്ട, ഫ്രീ ആയിട്ട് പാടിയാൽ മതി എന്നൊക്കെ പറയും. അപ്പൊ ഒന്നുകൂടി കോൺഫിഡൻസ് ആവും. അപ്പൊ അങ്ങനെ വേഗം ചെയ്തിങ്ങനെ വരും. ഇപ്പൊ ഈ തുടക്കത്തിൽ 16 വയസ്സെന്ന് പറയുമ്പോ പഠിച്ച് +1+2 ആ സമയത്താണ് പാട്ടുകൾ പാടുന്നത്. അപ്പൊ എന്തായാലും പാലക്കാടാണ്, മണ്ണാർക്കാട് പാലക്കാടാണ്. പാലക്കാടുകാർക്ക് ഭയങ്കര സ്നേഹം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് പുറത്ത് വന്ന് പോപ്പുലർ ആയിപ്പോ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഫ്രണ്ട്സിന്റെ സുഹൃത്തുക്കളുടെ ഒക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ആക്ച്വലി അവർക്കും കൂടി അറിയില്ല ഞാനാ പാടിയെന്ന്, ഒപ്പം നടക്കുന്ന കൂട്ടുകാർക്ക് അറിയുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ കൊടുത്തത്. അപ്പൊ അതിനിടയിൽ ഒരു കമന്റ് ഉണ്ട്, എന്റെ കൂടെ ഫുട്ബോൾ കളിച്ച് നടന്ന പയ്യനാണ് ഇവനാണ് ഈ പാട്ട് പാടാൻ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അത് അറിഞ്ഞ ശേഷം റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അറിഞ്ഞ ശേഷം അവര് പറഞ്ഞു, എടാ നീയാണെന്ന് കരുതിയില്ല കേട്ടോ, സോറി, കൂട്ടുകാരാന്ന് പറയുമ്പോ ഒരു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് വന്നിരുന്നു. നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ, നാട്ടിൽ ഏകദേശം ആൾക്കാർക്കൊക്കെ ഇന്റർവ്യൂയും പിന്നെ റീലൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകും. എനിക്ക് ഇപ്പൊ സൗണ്ടിന് ഒരു വേരിയേഷൻ, ഇപ്പൊ ഒരു ചേഞ്ച് വന്നില്ല. ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കുറച്ച് ചെറുതായി നമ്മള് ചേച്ചീനെ സൗണ്ട് കുറച്ച് ഫീമെയിൽ ആണ്, ടച്ചിൽ തോന്നി. അപ്പൊ ആക്ച്വലി അതെങ്ങനെ ഒരു വേരിയേഷൻ വന്നപ്പോ അത് ആ ഒരു ചേഞ്ച് എങ്ങനെ മനസ്സിലാക്കി? അത് ഞാനെന്താ വെച്ചാല്, ഞാനിപ്പോ സത്യം പറഞ്ഞത് 8ാം ക്ലാസ്സിലാണ് ഈ പാട്ട് പാടുന്നത്. സൂപ്പർ ശരണ്യ +1 റിലീസ് ആണ് പടം. 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് +1 റിലീസ് ആവുന്നത്. അന്ന് ഫീമെയിൽ ടച്ച് ഉള്ള വോയിസ് ആയിരുന്നു. പിന്നെ നൈസായിട്ട് മെയിൽ വോയിസിലേക്ക് ടച്ച് ആയി ഇങ്ങനെ. പക്ഷെ 2 ഫേസ് ഇഷ്ടമാണ്. രണ്ടും ഓക്കെയാണ്, ഇഷ്ടമാണ്. ഇപ്പൊ ആ പാട്ടാണ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട്, എനിക്ക് നല്ല മില്യൺ വ്യൂസ് ഒക്കെ അതിന് കയറി. അപ്പൊ ഈ പാട്ട് തുടക്കം ചെയ്യുന്ന സമയത്ത് തന്നെ അറിയായിരുന്നു ഈ പാട്ട് ഹിറ്റ് ആവും, അങ്ങനെ ഒരു തോന്നിണ്ടായിരുന്നോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാല് മറ്റേ ജസ്റ്റിൻ ചേട്ടനായതുകൊണ്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാല് ആള് മറ്റേ ജാതിക്കത്തോട്ടം എന്നുള്ള പാട്ടൊക്കെ അതൊക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ട് ആ ലെവല് പാട്ടുകളാവുന്ന കരുതി, ഹിറ്റ് ആവുന്ന തന്നെ സൂപ്പറായിട്ട് കരുതി. ഇത് തുടക്കത്തിൽ ഈ കോൾ വന്നു, ശരത്തെ നീയാണ് ഈ പാട്ട് പാടേണ്ടത്. അപ്പൊ ആ 16 വയസ്സുകാരന്റെ ആ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു ആ സമയത്ത്? ഞാന് ആള് വിളിച്ചപ്പോ പറഞ്ഞു, അയ്യോ ഞാനോ, എനിക്ക് ഇത് കിട്ടില്ല എന്ന് പറഞ്ഞേന്. ഫസ്റ്റ് ടൈം തുടക്കം തന്നെ പറഞ്ഞു. അപ്പൊ മൂപ്പരാളെ വിളിച്ചിട്ട് 4-5 ദിവസം തന്നെ ഫോൺ കോളിലൂടെ തന്നെ പാട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. ഇതൊക്കെ ഓഡിയൻസിന് ആദ്യമായിട്ട് അങ്ങനെ പിന്നെ 2 ദിവസം എടുത്തു. നമുക്ക് ആ പാട്ടൊന്ന് പാടാവോ? ഒരു വണ്ടു തിന്നാപ്പൂവൊരുത്തി തണ്ടൊടിഞ്ഞ ചെമ്പരത്തി മണ്ടരിക്കി മണ്ട പോയ തെങ്ങൊരുത്തി നീ തോറ്റടിഞ്ഞ ജാൻസി റാണി പാട്ടൊടിഞ്ഞ ഗാശവാണി തോട്ടുവക്കത്താടി നിക്കണ കാറ്റാടി
മടിനി അടിമുടിയ ആ ആ ആ ആ, ഇടിഞ്ഞ കൊടുമുടിയ ആ ആ ആ, പൊടിഞ്ഞ മെതിയടിയ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ, നനഞ്ഞ കതിന നീയ ആ ആ ആ, കുഴഞ്ഞ കുതിര നീയ ആ ആ ആ, പൊളിഞ്ഞൊരതിരി നീയ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ, അശുഭമംഗളകാരി. അടിപൊളി, ഭയങ്കര അത് നേരിട്ട് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ഗൂസ് പംസ് വരുന്നത്. എനിക്കത് കിട്ടിയിരിക്കുന്ന എല്ലാ പാട്ടും ഹൈ റേഞ്ചിലുള്ള പാട്ടുകളല്ലേ. അതെ അതെ, എപ്പോഴെങ്കിലും എനിക്കൊരു മെലഡി പാട്ട് പാടണം അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഉള്ളിന്റെ ഉള്ളിൽ? അങ്ങനെ തോന്നിയെന്ന് വെച്ചാല് ഇല്ല, വല്ല ഇന്റെ ഒരു ടച്ച് ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലായി, അതെ, അതെ. മനസ്സിലായി, അതുകൊണ്ട് നമ്മൾ ആ ഫീൽഡ് തന്നെ പിടിച്ചു. അങ്ങനെ തന്നെ അങ്ങനെ തന്നെ എപ്പോഴെങ്കിലും ഇങ്ങനെ മെലഡി പാട്ടുകൾ വന്നിട്ടുണ്ടോ? മെലഡി പാട്ടിൽ അങ്ങനെ ഓവറായിട്ട് വന്നിട്ടൊന്നുമില്ല, ഈ ലെവലിൽ പാട്ടുകളെ തന്നെ വന്നിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. കിട്ടിയ എല്ലാ അവസരങ്ങൾക്കും പാടാൻ പറ്റിയിട്ടുണ്ടോ ശരത്തിന്? കിട്ടിയ അവസരം ഇല്ല, 2 ചാൻസ് പോയിരുന്നു. ഏതായിരുന്നു അത്? എനിക്ക് ജോ ആൻഡ് ജോ, ജോ ആൻഡ് ജോ, അതെ അതെ അതെ, നിഖില വിമലിന്റെ, ആ, അതെ, അതെ. നെസ്ലിന്റെ, അതെ അതെ അതെ. അതിലേത് ഗോവിന്ദേട്ടന്റെ അതില് പാട്ട് കറക്റ്റ് ഓർമ്മയില്ല. ഓർമ്മയില്ല, പക്ഷെ ആ പടത്തിന്റെ പാട്ട് പടത്തിന്റെ അതെന്ത് പറ്റി? അതന്ന് പനിയായിരുന്നു. ഓ, പനി. ഞാൻ കിടപ്പിലായിരുന്നു. അതെ അതെ, ആ. അത് വിഷമാണ് പാല്. നല്ല വിഷമായി, നല്ല പാട്ടായിരുന്നു അത്. ഓക്കെ ഓക്കെ. പിന്നെ രണ്ടാമത്തെ ഒരു അവസരം ഏതാ? രണ്ടാമത്തെ വരുന്നൊരു മൂവിയില് ചെയ്തിരുന്നു. പക്ഷെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാണ്ടായി, കട്ടായി. ഓ, അതെന്ത് പറ്റി? പിന്നെ കോളിങ് ഇങ്ങനെ പോയതാ. ഓ ശരി. അങ്ങനെ കൂടുതലും പാട്ടുകൾ എടുക്കാൻ നോക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ എത്ര ഡേറ്റ് വന്നാലും ഇല്ലെങ്കിലും. എടുക്കാറുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വരും, പ്ലേ ബാക്ക് സിംഗർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ടേക്കിന് പോയില്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം റെക്കോർഡ് ചെയ്തിട്ട് പാട്ട് ഓക്കെ, പക്ഷെ പിറ്റേ ദിവസം വിളിച്ച് പറയും ചിലപ്പോൾ ഇത് ഓക്കെ ആയിട്ടില്ല, പിന്നെ വരണം. അങ്ങനെ എപ്പോഴും രണ്ടാമത്തെ ദിവസം പിന്നെയും റെക്കോർഡ് ചെയ്യേണ്ട ഒരു അവസരങ്ങൾ വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തൊട്ട് വന്നിട്ടില്ല. ഫസ്റ്റ് സോങ് അശുഭമംഗളകാരി തന്നെ വന്നിട്ടുള്ളൂ. രണ്ടാമത്തെ ദിവസം മാത്രം. അതിന്റെ വാക്കുകൾക്ക് കുറച്ച് കടുംകട്ടിയുള്ള വാക്കാണ്, ചെറിയൊരു പ്രായം അതെ, കൂടിയാണല്ലോ. അതെ അതെ.